ഇഷ്ടത്തിന് ഞാൻ മതം മാറിയതാണ്. എനിക്ക് ഇസ്ലാമിനോടൊരു ഇഷ്ടം തോന്നി. ഞാനത് പഠിച്ചു പോയിട്ട്. ഇത് കേൾക്കുന്ന ആൾക്കാരോ ഇത് നീ സ്ലീവ്ലെസ് ഇട്ടേക്കുന്നു എന്നിട്ടാണോ നീ മുസ്ലിം? ഞാൻ പള്ളിയിൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പോവും. അമ്പലത്തിൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പോവും. പിന്നെ കുറെ പേര് തെറ്റിദ്ധരിച്ചു ഞങ്ങൾ രണ്ടും കൂടെ കല്യാണം കഴിച്ചാണ്. മലയാളത്തിൽ ഇപ്പോഴും ആ ഒരു സെപ്പറേഷൻ ഉണ്ട്. സീരിയൽ ഇയർ റിംഗ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആണ്. ഒന്നുമില്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് നേരത്തെ മോഹൻലാൽ സാർ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരു ക്രേസ് ഉള്ളത് പോലെ എനിക്ക് ജ്വൽസ് ഭയങ്കര ആഗ്രഹം. എനിക്ക് നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ് ഉണ്ട് കേരളത്തിൽ. ഒന്നും ഞാൻ ഒരിക്കലും ഷോർട്സ് ഒന്നും ഇട്ടു പോകത്തില്ല. എനിക്ക് തുറിച്ചു നോട്ടം ഇഷ്ടമല്ല. ഗോൾഡ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇടുന്നത് ഡയമണ്ട്സ് ഒക്കെ ഇടത്തുള്ളൂ. ഒന്ന് പുകഴ്ത്തി പറയുന്നേ. അല്ല, ഇടയ്ക്ക് ഫുൾ മൈക്കിൾ കോഴ്സ്. എന്റെ എപ്പോഴത്തെ റോൾ മോഡൽ എപ്പോഴും ശോഭന മാമാണ്. നമ്മള് പത്തനംതിട്ടയില് എല്ലാരും എന്റെ അടുത്ത് ചോദിക്കും, സ്മിത എങ്ങനെയാണ് ഇത്രയും നല്ല സാരി ബ്ലൗസ് അതിനനുസരിച്ചുള്ള ഇതെല്ലാം ഇടുന്നത്? ഹാർഡ് വർക്കാണ്. ഈ ഓട്ടോയിൽ ഇങ്ങനെയാ ഞാൻ വെച്ചിട്ട് പോയത്, എന്നെ എങ്ങനെയാ കെട്ടിക്കൊണ്ട് ഓട്ടോയിൽ ഇങ്ങനെ. അറിയാലോ, ഒരു 10 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോ പണ്ടാരെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 120 വർഷം വരെ ജീവിക്കും. അത്രയൊക്കെ ഉണ്ടാലും ഇതെല്ലാം കാണാൻ പറ്റും. അതെ അതെ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മിത, ഇപ്പൊ നമ്മളോട് സംസാരിച്ച നമ്മുടെ ഈ ചാനലിലെ പ്രോഗ്രാം ഹെഡ് ആയിട്ടുള്ള ആളുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധം, കുറെ ആളുകളായിട്ടുള്ള ഈ ബന്ധങ്ങൾ, അതായത് ഈ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന റിലേഷൻഷിപ്പ് വളരെ വാമത്തോടു കൂടി നിലനിർത്തുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു എവരിവണിനെ പ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആളുകളെ പ്രീതിപ്പെടുത്തുക, ആളുകളെ എപ്പോഴും ഹാപ്പി ആക്കിയ അവരോട് സന്തോഷം മാത്രം പറയുന്ന ഒരാള്, അത് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ആളുകളെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നത്? ഞാനോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഞാൻ പ്ലീസ് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ളത് ഭയങ്കര കോണ്ടാക്ട്സ് ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ് ഉണ്ട്. സിനിമയിലാണേലും ഈ ഫീൽഡിലാണേലും. കാരണം 2010 തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ ഇന്നേ വരെ എനിക്കൊരു സിനിമ അങ്ങനെ ഒരാളുടെ പുറകെ നടന്ന് എനിക്കത് തരണം അറിയാലോ, ഒരു 10 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോ പണ്ടാരെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ല, അങ്ങനെ തരൂല്ലേ? അങ്ങനെ അത്രയും നല്ല സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ആണിപ്പോ. എൻ്റെ അടുത്ത് പലരും പറയും, സ്മിത നിനക്ക് ഇത്രയും ആൾക്കാരെ അറിയില്ലേ, നിനക്ക് ചോദിച്ചുകൂടെ? ചോദിച്ചിട്ട് ഇപ്പം വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും പ്രൊഡക്ഷനിലുള്ള ലൈൻ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. സുമേഷ് ഏട്ടനെ എത്ര വർഷമായിട്ട് അറിയാം. നേരത്തെ ചോദിച്ചില്ല, സിനിമയുടെ കാര്യം ചോദിച്ചില്ല. ഞാൻ ചെയ്യേണ്ടതാണ്, എനിക്ക് തന്നെ വരുന്നൊരു വിശ്വാസമുണ്ട്. നമ്മൾ എത്ര പുറകെ പോയി ഞാൻ എപ്പോഴും ഒന്ന് നഷ്ടപ്പെടുത്തി മറ്റവന്റെ പുറകെ ഞാൻ പോവില്ല. കാരണം അത് ഡ്രീമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാം. കാരണം ജോലി വരെ ഉപേക്ഷിച്ച് സിനിമയുടെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ കംഫർട്ട് കാരണം എനിക്കൊരു ഡെയിലി ലൈഫ് കൊണ്ടുപോയി എനിക്കൊരു മന്ത് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ആ ഒരു സാധനം നഷ്ടപ്പെടുത്തി എനിക്ക് മറ്റവന്റെ പുറകെ പോയി അതും ഇല്ല ഇതും ഇല്ലാണ്ടാക്കാൻ എനിക്ക് താല്പര്യം. വന്നാൽ ഞാൻ എപ്പോഴും പറയും, ആർക്കും എപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ്. ഞാൻ അങ്ങനെയാണ്, കാരണം ഞാൻ ശീലിച്ചു വന്നത് അങ്ങനെയാണ്. ഒരു മന്ത്ലി ഒരു 2 സീരിയൽ ഞാൻ ചെയ്ത് അങ്ങനെ ശീലിച്ചു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മന്ത്ലി ആകുമ്പോൾ ഒരു 10 days 5 days എന്ന് മാത്രം ഞാൻ വീട്ടിൽ നിൽക്കുന്നു. അത് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അല്ല, അതും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ അതിന്റെ പുറകെ എനിക്ക് കിട്ടിയാൽ ചെയ്യും. പക്ഷെ എനിക്ക് അതിനുവേണ്ടി അവൻ എഫേർട്ട് ഒന്നും ഇടൂല. ഞാൻ പക്ഷെ ഇടും കേട്ടോ, ഞാൻ ശ്രമിക്കും. സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കും. എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ കിക്ക് ബോക്സിംഗ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണോ? എനിക്ക് അങ്ങനെ കിക്ക് ബോക്സ് എല്ലാത്തിനും ആഗ്രഹമാണ്. ഡാൻസ് പഠിക്കണം, ടൈം വെറുതെ കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെ പുതിയൊരു ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഒന്നും പഠിച്ചില്ല, പഠിക്കണം പലതും പറ്റുന്നില്ല. ഒന്നാമത് മോനുണ്ട്, പിന്നെ അതിന്റെ ഇടയ്ക്ക് ആഗ്രഹിക്കും ഇവനെ ഞാനൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ, 9 വയസ്സായി. പിന്നെ ഇപ്പൊ ഫുട്ബോളിന് ചേർത്തിട്ടുണ്ട്, എന്നാലും ഡാൻസ് പഠിപ്പിക്കണം, വേറെ എന്തെങ്കിലും ഡ്രംസ് പഠിപ്പിക്കണം, ഇതെല്ലാം ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് സമയമില്ല. പിന്നെ കുട്ടിക്ക് പഠിക്കുന്ന സമയം വേണ്ടേ? സ്കൂളിൽ പോകണം, സ്കൂളിൽ പോയിട്ട് ഒന്ന് ട്യൂഷനും പോകണം. ട്യൂഷനൊന്നും പോകുന്നില്ല ഇപ്പൊ. ഇല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന വിഷയമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും കുറെ നേരത്തെ ബോധർ ചെയ്യുന്നോണ്ട് ഞാൻ ചോദിക്കുക, ശരിക്കും ഈ ഇയർ റിംഗ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആണോ? ഒന്നുമില്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കിത് 8-9 വർഷമായി. ഇനിയിപ്പോ കെട്ടിയിട്ട് വലിച്ചാലും ഒന്നും ആവില്ല.
ഒന്നും ആവില്ല. ഇതെങ്ങനെ വേദനിക്കുക അങ്ങനൊന്നുമില്ല അല്ലേ? ഇതൊക്കെ ആരാ പറയുന്നത് ഇങ്ങനെ? അല്ല ചരിഞ്ഞ് കിടക്കുമ്പോ പില്ലോയിൽ കിടക്കുമ്പോ പെയിൻ ആവില്ലേ? ഒന്നും ആവില്ല, എനിക്കാകാറുണ്ട്. ഒന്നും ആവില്ല. ഇത് എങ്ങനെ ഇതിനോടുള്ള ഒരു ഇഷ്ടം വന്ന് ഇങ്ങനെ പിയേഴ്സ് ചെയ്യണം? അല്ല ഇത് എന്ന് പറയുന്ന സാധനം ഒരു ബംഗാളി മെയിൽസ് യൂസ് ചെയ്യുന്നതാണ് ബുഗാഡി. അതിപ്പോ ഒരു ഫേമസ് ആയി. പണ്ടത്തെ ബുഗാഡി ഇത്ര വലിപ്പം ഉണ്ടാവും മെയിൽസ് ഇട്ടോണ്ടിരുന്നത്. അപ്പം ആ ബുഗാഡി എനിക്ക് പണ്ടേ അതെനിക്ക് ഇൻഫ്ലുവൻസ് ആയത് ചിത്ര ഷെനോയ്, പ്രൊഡ്യൂസറും ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള ചിത്ര ഷെനോയ് ചേച്ചീനെ കണ്ടിട്ടാണ് എനിക്ക് 9 years ബാക്ക് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഓരോരോ ട്രെൻഡ് അനുസരിച്ച് ഞാൻ ഓരോരോന്ന് മാറ്റി യൂസ് ചെയ്യും. ജുവൽസിലാണ് ക്രേസ് ഇരിക്കുന്നത്? ജുവൽസിൽ അങ്ങനെ ഇല്ല, എല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സിൽവറും ഗോൾഡ് എല്ലാം എനിക്ക് വേറെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്തുള്ളത് എനിക്ക് എന്റെ ബഡ്ജറ്റിനനുസരിച്ച് മാറ്റി എനിക്ക് റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ മോഹൻലാൽ സാർ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരോ ക്രേസ് ഉള്ളത് പോലെ എനിക്ക് ജുവൽസ് ഭയങ്കര ആഗ്രഹമാണ്. എന്താണ് സ്മിതയുടെ അങ്ങനത്തെ ക്രേസ്? എനിക്ക് അങ്ങനെ ഭയങ്കര എനിക്കങ്ങനെ ഗോൾഡ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. ഇടുന്നത് എന്താ പറയാ ഡയമണ്ട്സ് ഒക്കെ ഇടത്തുള്ളൂ. ഞാൻ ഭയങ്കര ഇതാണെന്നല്ല പറയുന്നത്, മേടിക്കുവാണെങ്കിൽ അങ്ങനത്തെ മേടിക്കും. യെല്ലോ കളറ് ഇതുപോലൊന്നും എനിക്കിഷ്ടമല്ല, യെല്ലോ കളറൊന്നും. മൈക്കൽ കോഴ്സാ കിടക്കുന്നത്, ഫുൾ മൈക്കൽ കോഴ്സാ. ഇനി അടുത്ത റോള് വരാൻ അതെ, കയ്യില് ഫുൾ മൈക്കൽ കോഴ്സാ കിടക്കുന്നത്. മേടിക്കുന്ന സാധനം ഞാൻ നല്ലത് മേടിക്കും. ഇപ്പം കോപ്പി ആണേലും ഇത് മേടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ പോവൊക്കെ. ഇതിപ്പോ ഞാൻ പണ്ട് US പോയപ്പോ മേടിച്ചതാ. എത്ര വർഷമായി കാണും? 15 വർഷമായി. കണ്ടോ അതേപോലെ അതേപോലെ ഉണ്ട്, കണ്ടോ അത് പോയിട്ടില്ല. അപ്പൊ എനിക്കൊരു മൈക്കിൾ കോഴ്സിന്റെ സാധനം മേടിച്ചാൽ കളർ പോകൂല എന്ന് എനിക്കറിയാലോ ഇപ്പൊ. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യും. ഞാൻ എല്ലാരെയും ഒബ്സർവ് ചെയ്യും. ഇങ്ങനെ ഓരോരുത്തരും എന്താ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഏത് വാച്ച് അവരിട്ടത്, ഏതാ അങ്ങനെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ എങ്ങനത്തെ അവരിടുന്നത് എല്ലാം നോക്കി ഞാൻ പഠിച്ചാണ് എനിക്ക് കുറച്ചെങ്കിലും ഫാഷൻ സെൻസ് ഉള്ളത്. കാരണം നമ്മള് പത്തനംതിട്ടയില് എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കും, സ്മിത എങ്ങനെയാണ് ഇത്രയും നല്ല സാരി ബ്ലൗസ് അതിനനുസരിച്ചുള്ള ഇതെല്ലാം ഇടുന്നത്, സ്റ്റൈല് അത് പ്രത്യേകമായിട്ട് എല്ലാരും ചോദിക്കാറുണ്ട്. അതപ്പോ ഞാൻ ഇങ്ങനെ നോക്കി വായിക്കും, കാണും. ഇങ്ങനെ ഒരു മാഗസീൻസ് ആയാലും ഒരു പോസ്റ്റ് ഒക്കെ ആയാലും ഭയങ്കരമായിട്ട് സൂം ചെയ്ത് അതിന്റെ ക്യാപ്ഷൻ നോക്കി എല്ലാം നോക്കും. പെയർ ചെയ്തിരിക്കുന്നത് അതൊക്കെ അതൊരു ഇൻട്രസ്റ്റും കൂടെ വേണം. ഏതൊരു ഒരു ക്യാമറയില് ഒരു മേക്കപ്പ് ആയാലും അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ അപ്ഡേഷൻസും പുതിയ ട്രെൻഡ്സ്. പിന്നെ ഈ റെഡ് ഇടുന്നെന്ന് വെച്ചോ, ഞാൻ പിൻട്രസ്റ്റിലാണെങ്കിലും പോയിട്ട് നോക്കും റെഡിന്റെ കോമ്പിനേഷൻ എന്താണ്, കോൺട്രാസ്റ്റ് എന്താണ്, അതിന് എന്തിടും. ഇന്ന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ വണ്ടർലേ കൊണ്ട് ടാനൊക്കെ അടിച്ച് കൊളായിട്ടിരിക്കും. അപ്പൊ അങ്ങനെല്ലാം നോക്കും. എത്ര ഡയമണ്ട് ശേഖരം ഉണ്ട് ശരിക്കും? അയ്യോ ഒന്നുമില്ല, ഇതേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പൊ പോയി ഇല്ല ഒന്നുമില്ല. എന്റെ കള്ളന്മാരും ഒന്ന് എടുത്തോണ്ട് പോകും. എന്റെ വീട് എല്ലാവർക്കും അറിയാം അല്ലേ. സീരിയലില് ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് വേഷം ചെയ്ത് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെ കിട്ടുക. പറഞ്ഞില്ലേ ഞാൻ 13 വർഷമായി, 12 ഞാൻ ചെയ്ത 7 സീരിയലും ഞാൻ നെഗറ്റീവ് ചെയ്തു. ഏഷ്യനെറ്റിൽ ഞാൻ 3 കഴിഞ്ഞ ദിവസം ഞാൻ ആർക്കോ പിക്ചർ അയച്ചെടുത്തു, ഈ കുട്ടിക്ക് നെഗറ്റീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു സർക്കാർ ജോലി പോലെയാണല്ലേ കൊടുത്തിരിക്കുകയാണ്. ഈ പഠിച്ചവന് ഇതാണ്, അവന് ചിലപ്പോ മിഡിൽ ഏജ് വില്ലൻ ആവാം, ഹൈ ക്ലാസ് വില്ലൻ ആവാം. ആ റേഞ്ച് ഒക്കെ ഓരോ സീരിയലിന്റെ. പക്ഷെ എന്നെ മാറ്റാൻ പറ്റൂല ക്യാരക്ടർ, എന്നെ മാറ്റാൻ പാവമാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നീ അല്ലേ പറഞ്ഞ മുമ്പ് എന്നെ എന്ത് വേണേലും ആക്കാം, പക്ഷെ ആവോ? ഞാനായിട്ടുണ്ട്. ആ സീരിയൽ ഇറങ്ങിയില്ല മഴവിൽ മനോരമയില്, അതുകൊണ്ടായിരിക്കും ഇറങ്ങാത്തത്. പക്ഷെ ആ മുകുന്ദൻ ചേട്ടന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ. പാവം മുടിയൊക്കെ നല്ല വിഗൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അവർക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് പാവമാവാൻ പറ്റും. ഈ
പലപ്പോഴും ഈ നമ്മുടെ ഹിന്ദി സീരിയലിലൊക്കെ ഇസ് നാംകോ അല്ല ഇസ് പ്യാർക്കോ ക്യാ നാം ദൂ ദഹലീസ് എന്ന് പറഞ്ഞ വലിയ ഫേമസ് ആയിട്ടുള്ള സീരിയലുകളുണ്ട്. അപ്പം അവർക്കൊക്കെ അവിടുത്തെ ആ സീരിയൽ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഫിലിം സ്റ്റാർസിന്റെ അത്ര തന്നെ വാല്യൂ ആണ്. അതുപോലെ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ അങ്ങനത്തെ ഒരു എല്ലാവരും നിങ്ങൾ അങ്ങനെ ആഘോഷിക്കുന്ന അങ്ങനെ ഒരു ഫ്യൂച്ചർ ഒക്കെ ആലോചിക്കാറുണ്ടോ? നമ്മള് ഈ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു തെലുങ്ക്, കന്നഡ, തമിഴ് ഇതായിട്ടുണ്ട്. മലയാളത്തിൽ അതുപോലെ എത്തിയിട്ടില്ല. അതെ അതെ. മലയാളത്തിൽ ഇപ്പോഴും ആ ഒരു സെപ്പറേഷൻ ഉണ്ട്, ഫിലിം സീരിയൽ. പക്ഷെ എന്തുകൊണ്ട് തമിഴില് ഇന്ന് കുഷ്ബു മാം, രാധിക മാം എല്ലാം സീരിയൽസ് അഭിനയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ അത് ചിന്തിക്കുന്നില്ല? നമ്മൾ കുറച്ചും കൂടെ ബ്രോഡായിട്ട് ചിന്തിക്കല ഗ്രാജുവലി വരുമായിരിക്കാം. പക്ഷെ ഇപ്പോഴും ആ മലയാളത്തിൽ ആ ഒരു ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഏറ്റവും അധികം ആളുകളും പെട്ടെന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ സൈഡും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഒക്കെ മനസ്സിലാക്കിയത് റീസെന്റ് ആയി വന്നൊരു ഇന്റർവ്യൂവിനകത്ത്. അപ്പൊ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങളാണ് ആക്ച്വലി കല്യാണം കഴിച്ചിട്ടുള്ളത് അതെ, സത്യം. എന്താണ് ആ ഒരു ഏരിയയിൽ ക്ലാരിഫൈ ചെയ്യാനുള്ളത്? ആക്ച്വലി അവര് ചോദിച്ചത് ഓക്കെ സ്മിത ഇന്റർകാസ്റ്റ് മാരേജ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നുമല്ല. സ്മിത നീ തലേ തുണിയിട്ട് നടക്കണം, എന്നാലേ അങ്ങനെ ഇങ്ങനെ. എന്റെ ഇഷ്ടത്തിന് ഞാൻ മതം മാറിയതാണ്. അല്ലാണ്ട് ഞാൻ ദുബൈയിലായിരുന്നു 5 വർഷം. ഞാൻ BSc നേഴ്സാണ്. അപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പൊ എല്ലാ മുസ്ലിം കൺട്രിയിലൊക്കെ നിന്നപ്പോ എനിക്ക് ഇസ്ലാമിനോടൊരു ഇഷ്ടം തോന്നി. ഞാൻ അത് പഠിച്ചു പോയിട്ട് പഠിച്ചിട്ടാണ് ഞാന് ഞാൻ പോയിരുന്ന മതം പഠിച്ചു 3 മാസം. ഇപ്പൊ അത്രയും പഠിച്ചിട്ട് ഖുറാൻ എനിക്ക് ഓതാൻ അറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് നിസ്കരിക്കാനും കാര്യങ്ങളും അതിന്റെ ഇപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോ ഒക്കെ എനിക്കറിയാം. അപ്പൊ എന്നിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അല്ലാതെ എന്റെ ഷെക്കിലിനെ കിട്ടാൻ വേണ്ടി. പക്ഷെ എനിക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ അവരുടെ ഒരു ഇതിൽ പോകണമെന്ന് ആഗ്രഹം. പക്ഷെ അവരെൻ്റെ അടുത്ത് തലേ തുണിയിടാനോ ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാരോ എഴുതി നീ സ്ലീവ്ലെസ് ഇട്ടേക്കുന്നു എന്നിട്ടാണോ നീ മുസ്ലിം അങ്ങനെ. പക്ഷെ ഇതെന്റെ ഇഷ്ടമാണ്, എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാനായിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. പിന്നെ കുറെ പേര് തെറ്റിദ്ധരിച്ചു ഞങ്ങൾ രണ്ടും കൂടെ കല്യാണം കഴിച്ചാണ്. മനസ്സിലായി കണ്ടോര്. പിന്നെ കുറെ പേര് ആലോചിച്ചു ഇവളിപ്പം കല്യാണം കഴിച്ചുള്ളന്ന്. അപ്പൊ എന്തോ പെട്ടെന്ന് പൊട്ടത്തരത്തിന് എടുത്തു ചാടി കല്യാണം കഴിച്ചു. അല്ല, ഞാൻ 10 വർഷം കല്യാണം കഴിച്ചിട്ട് 9 വയസ്സുള്ള മോനുണ്ട് എനിക്ക്. ഞങ്ങൾ വളരെ സന്തോഷത്തോട് ജീവിക്കുന്നു. ഷക്കീല് മതം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് സ്മിത സാമുവൽ എന്ന് തന്നെയാണ്. പള്ളിയിൽ ജന്നത്ത് ഇട്ടിട്ടുണ്ട്. ജന്നത്ത് അത് നമ്മളൊരു ഇതിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പള്ളിയിലെ രജിസ്റ്ററിൽ എഴുതും ജന്നത്തെന്ന്. അത്രേ ഉള്ളൂ. ഞങ്ങൾ വളരെ ഇതായിട്ട് ജീവിക്കുന്നു. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ മതത്തോടും എനിക്ക് എന്താ പറയാ റെസ്പെക്റ്റ് ആണ്. ഭയങ്കര അതിശക്തമായ മതവിശ്വാസി അല്ല ഞാൻ. ഒരു ശക്തിയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളിയിൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പോവും. അമ്പലത്തിൽ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പോവും. അങ്ങനെയാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ അല്ല, പണ്ടായിരുന്നു. എളുപ്പത്തിൽ ആളുകൾക്ക് വിശ്വസിപ്പിക്കാം. അതെ അതെ. ഇപ്പൊ അല്ല, ഞാൻ ഇപ്പൊ വിശ്വസിക്കൂല. ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ആൾക്കാര് തെറ്റിദ്ധരിക്കും ഞാന് പൊട്ടിയാണ്. ഞാൻ അങ്ങനെ അഭിനയിക്കും. അതെന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ സെറ്റില് ഈ കഴിഞ്ഞ ദിവസം നീ പാവല്ലേ ഇവള് പൊട്ടിയാന്ന്. ഞാൻ പൊട്ടിയേ അല്ല. പക്ഷെ ഞാനില്ലേ അതേപോലെ ഇപ്പൊ ഞാനിപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇടുമല്ലോ അവിടെ. അപ്പൊ ജലജയ്ക്ക് എന്ത് ഡ്രസ് ഇട്ടാലും കുഴപ്പമില്ല, അവൾക്കിപ്പം ഇവൻ തന്നെ കളിയാക്കും, എന്താടാ ഒരു ടവൽ അങ്ങനെ പൈസ ചെലവാക്കേണ്ട ആവശ്യം ഇവർക്ക് ഒരു ടവൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞു. അങ്ങനെ വരെ കളിയാക്കും. അപ്പൊ ഞാൻ അതിനെല്ലാം നിന്ന് ചിരിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ അത്ര അൾട്രാ മോഡേൺ ഗേളോ ഒന്നുമല്ല. ഞാൻ വളരെ നോർമലായിട്ട് വളരെ എന്താ പറയാ ഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. കൊച്ചിയിലോ അല്ലെ കേരളത്തിലോ ഒന്നും ഞാൻ ഒരിക്കലും ഷോർട്സ് ഒന്നും ഇട്ടു പോകത്തില്ല. എനിക്ക് തുറിച്ചു നോട്ടം ഇഷ്ടമല്ല. ഇവിടെ ഉള്ളവരെല്ലാം തുറിച്ചു നോക്കുന്നല്ല. പക്ഷെ അറിയാലോ ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാന്ന്. പക്ഷെ ഞാൻ ദുബൈ പോയാൽ ഇടും. ദുബൈയിൽ എന്നെ ആരും നോക്കൂല. കാരണം എന്നെ കടി കാണാനുള്ള ഇഷ്ടംപോലെ ആൾക്കാർ അതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കും.
ഇങ്ങനെയൊക്കെയുള്ള എന്നെ കമന്റ് പറയും, അവരിരുന്ന് കളിയാക്കും. ആരെങ്കിലും ഒക്കെ ഇരുന്നാലും ഞാൻ അതൊക്കെയാന്നുള്ള രീതിയിൽ അനങ്ങണ്ടെങ്കിരിക്കും. ഞാനത് തർക്കിക്കാനൊന്നും പോത്തില്ല. പിന്നെ ഞാൻ വളരെ നിഷ്കളങ്ക രീതിയിൽ ജാടയിട്ട് ഞാൻ സംസാരിക്കൂല. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയും കുറച്ചുകൂടെ ജാട ഇടണം സ്മിത, എന്താണിത്, ഇച്ചിരൂടെ ഒരു പോഷ് ലാംഗ്വേജ് ഉണ്ടല്ലോ ചില സമയത്ത്, അതൊന്നും ഞാൻ ഇടൂല. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയും. അങ്ങനെയുണ്ടോ? നമ്മളൊരു ഫിലിം ഷോ ബിസിനസ്സിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ നമ്മുടെ ജെന്യുവിൻ സെൽഫ് കാണിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോഴത്തേക്കും ലാംഗ്വേജ് വരെ മാറും, സ്ലാങ് മാറും, ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് മാറും. 4 പേര് അറിയുന്ന ഒരാളാണ്, പബ്ലിക് ഫിഗർ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആവാവും, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. പക്ഷെ ഈ അതാണ് പറയുന്നത്, ഓട്ടോയില് പോകാൻ പാടില്ല, എന്തിനാ നീ മെട്രോയിലൊക്കെ ഇപ്പോഴും പോകുവോ, അങ്ങനെയൊക്കെ ചോദിക്കുക. ഞാൻ എല്ലാത്തിലും പോകും, സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകും. അതാണ് പറഞ്ഞത്, നമ്മൾ മറ്റവർ എന്ത് ചിന്തിക്കുന്ന വരുമ്പോഴാണ് ഇത് നമ്മളെ അല്ലാണ്ട് ഉള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നത് അവിടെ. മനസ്സിലായി? അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഓഫ് സ്ക്രീനിൽ എന്താണെന്നുള്ളത് ഞാൻ എന്താണ് അതാണ്, അത് എന്റെ ഹാപ്പിനെസ് ആണ്. പക്ഷെ നിങ്ങൾ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ വന്നിരിക്കണം, അപ്പൊ ഞാൻ ഇത് കുറച്ച് ഇത് കാണിക്കില്ല, അതിന്റെ ആവശ്യം. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. സോ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ബിക്കോസ് അതിന് നമുക്ക് അന്നം തരുന്നതാണ്. അതുകൊണ്ട് ചെയ്യുന്ന ജോലി ക്ലീൻ ആയിട്ട് ചെയ്യുക. ഭയങ്കര ക്രൗഡ് കൂടുന്ന ഒരു സെലിബ്രിറ്റി ആണ്, ഓക്കെ മാസ്ക് ഇടുക പറഞ്ഞത്. അല്ലാണ്ട് വലിയ ഹായ് ജലജയാണോ നല്ലായിരുന്നു അഭിനയം അത്രേ ഉള്ളെങ്കിൽ എന്തിനാണ് മാസ്ക് ഒക്കെ ഇടുന്നത്? നമ്മുടെ പലരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പുറത്തു വന്നത്. ഞാൻ ഇടാറില്ല, അല്ലേ? ഞങ്ങൾ ഇടാറില്ല മാസ്ക്. അതാണ് ബി യുവർ സെൽഫ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റവർക്ക് വേണ്ടി നമ്മൾ ഒന്നും മാറ്റാൻ ശ്രമിക്കരുത്, നമ്മൾ എന്താണോ അതായിട്ട് ഇരിക്കുക, അതാണ് കാര്യം. ഈ പുറമേയുള്ള വെബ് സീരീസുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ്, അവിടെ ഈ സീരീസുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. ആ ഒരു ലീഗിലേക്ക് നമ്മുടെ ഇപ്പൊ മലയാളത്തിലും ഇപ്പൊ ഹോട്ട്സ്റ്റാറിലായാലും സോണി ലിവിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്ന് സീരീസ് ഇപ്പൊ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള സ്പേസുകൾ ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പങ്കജ് ത്രിപാഠി, രാധികാപ്തി ഒക്കെ അങ്ങനെ വെബ് സീരീസുകൾ ചെയ്തിട്ട് അവർക്കൊരു സ്റ്റാർഡം ഉണ്ട്. അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹം അത്. കാരണം പണ്ട് സിനിമ സീരിയല് പോലെ ഇനി വരുന്ന ഇനി അതായിരിക്കും, ഇനി അതായിരിക്കും എന്റർടൈൻമെന്റിന്റെ ഒരു ലോകം. കാരണം അത് നമ്മളെ പണ്ടത്തെ യൂട്യൂബേഴ്സ് അത്രയല്ല, പക്ഷെ ഇപ്പം യൂട്യൂബേഴ്സ് വലിയ സെലിബ്രിറ്റീസ് ആണ് അല്ലേ? അവർക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അതായത് ആക്ടിങ് കരിയറിൽ അല്ലാണ്ട് അവർ സെലിബ്രിറ്റീസ് ആണ് അവര്. അപ്പൊ ഇനിയും വെബ് സീരീസ് വരുമ്പം അത് വേറൊരു ജോണർ ഓഫ് കുറെ. പക്ഷെ ആ സമയത്തും നമ്മുടെ പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ടേ, അവർക്ക് അത്രയും അത് ഇഷ്ടപ്പെടണോന്നോ ഇല്ല, അല്ലേ? ഷോർട്ട് പീരീഡ് ആണ്, അല്ലേ? ഷോർട്ട് പീരീഡ് ആണ്. ചിലപ്പം ഒരു വെബ് സീരീസ് തന്നെ പല സ്റ്റോറീസ് പറഞ്ഞു പോവായിരിക്കും. മനസ്സിലായില്ലേ? അത് ചിലപ്പം മുമ്പുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സിനിമയിൽ അങ്ങനെ ലുക്കപ്പ് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടോ സ്മിതയ്ക്ക്? ഞാനോ? അങ്ങനെ ഇന്നൊരാളൊന്നും ഇല്ല, എനിക്ക് ആരുമില്ല. ഈ അടുത്ത് അങ്ങനെ കണ്ടിട്ട് സ്റ്റണ്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്പൊ ഏതായിരിക്കും സിനിമയുടെ അകത്ത്? ഉള്ളൊഴുക്ക്, ഉർവശി മാം. അത് ഭയങ്കര സട്ടയിലായിട്ട് അഭിനയിച്ച്. ഈ സീരിയലിൽ ഇങ്ങനെ സോക്കോൾഡ് ഓവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പകുതി ആമക്കിയാണ് അഭിനയിക്കാറ്, അത്രയും ഇല്ലേ? ഒന്ന് പുകഴ്ത്തി പറയന്നെ. അധികം ഭയങ്കര കണ്ണു കുഴപ്പിക്കാതൊക്കെ, അയ്യോ എന്നെ ഇത് കണ്ടിട്ട് എന്നെ ആരെങ്കിലും വിളിക്കാതിരിക്കോ, അങ്ങനെ അതൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ. നമ്മളെ ക്യാരക്ടർ ചെയ്യുമ്പോ ക്യാരക്ടറായിട്ട് നിൽക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തത് ഓവർ ആകുമോ, അവരെന്തെങ്കിലും വിചാരിക്കുവോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആയി സംശയങ്ങൾ കൂടുതലാണല്ലേ? ഓവർ ഇടാൻ പറഞ്ഞാൽ അല്ല, ആൻസർ ഒന്നായിരിക്കും, പക്ഷെ അതിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ട നമ്മൾ വരെ മറന്നു പല കാര്യങ്ങളും. എന്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നിനക്ക് സംശയങ്ങൾ കൂടുതലാണെന്ന് ഞാൻ എനിക്ക് സംശയം. സംശയമുള്ളവര് ബുദ്ധിയുള്ളവരല്ലേ? സംശയമുള്ളവര് അല്ലെ? ചോദ്യങ്ങൾ ചോദിക്കുന്ന ബുദ്ധിയുള്ളവരാണ്. അതെ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാമോ? അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് എല്ലാ കാര്യത്തിലും ചോദ്യം ചോദിക്കുന്നേ, എല്ലാ കാര്യത്തിലും ചോദിക്കും. അപ്പം തന്നെ ദേഷ്യപ്പെട്ടവനെ എണ്ണിച്ചു പോകും. ഞാൻ അടിച്ചു പോകും. നിനക്ക് വേറെ പണിയില്ല, ഞാൻ അടിച്ചു പോകുന്നു പറയും. അതായത് ചെറിയ കാര്യമായിരിക്കും, അതെന്താണ് അത് അങ്ങനെ,
അതങ്ങനെ അല്ലാണ്ടായിരുന്നല്ലോ, അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഉം, ഉം, ഉം. സോ എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് അവർക്ക്. അതെന്താണ്, അതെന്താ അങ്ങനെ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും സംശയമുണ്ട്. ഉം, 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 ഉം. ഈ മകൻ ഈ വില്ലത്തിയെ തന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നതിനോട് അമ്മ എന്നുള്ള രീതിയിൽ എന്താ അഭിപ്രായം? അയ്യോ, അവനൊന്നും കാണുന്നില്ലല്ലോ. വെബ് സീരീസിന്റെ പുറകെയാ. ആ അവൻ ഭയങ്കര എന്തോ അവനെ കുറിച്ച് പറയാ. അപ്പൊ ഒന്നാമത് അധികം മലയാളം അറിയത്തില്ല. ആ ആ അതുകൊണ്ട് അവൻ അതൊന്നുമില്ല. അപ്പൊ മൈ മദർ ആക്ടിങ് ഇൻ പത്രമാറ്റ സീരിയൽ, ഷീസ് ആൻ ആക്ട്രസ്, അതൊക്കെ അവൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും. ഓ ഹോ 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 ഹോ. ഈ മദർഹുഡ് അറ്റൈൻ ചെയ്തതിന് ശേഷേ ആളുകള് കരിയറിലേക്ക് ആക്ടിങ്ങിലേക്ക് വരുന്നത് വിരളാണ് നമ്മുടെ സിനിമയുടെ അകത്ത്. അത് കുറച്ച് ബ്രേക്കായി വരുന്നുണ്ട്. മലയാളത്തിൽ മാത്രമേ ഉള്ളത്. അതെ, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അതാണ് നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോ മലയാള ഇൻഡസ്ട്രിയിൽ സീരിയൽ അത്രയും ഒരു ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. ഹിന്ദി സീരിയലൊക്കെ സിനിമ പോലല്ലേ അല്ലേ? ഓർണമെന്റ്സും അതും ഇതും. പ്രത്യേകിച്ച് പറയണ ഈ നാഗിൻ അങ്ങനെയൊക്കെ സീരിയൽ അപ്പൊ കണ്ട ഇങ്ങനെ ബ്രഹ്മാണ്ഡമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സിനിമ, ഒരു എഫക്റ്റ്, അവരുടെ പാറ്റേൺസ് അങ്ങനെയാണ്. അങ്ങനെ ഏക്താ കപൂർ വിളിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടോ? ഞാൻ സ്വപ്നം കാണും. സ്വപ്നത്തിന് ലിമിറ്റ് ഇല്ലല്ലോ. മാനിഫെസ്റ്റ് ചെയ്യാൻ വെളുപ്പിന് വരെ അതിനെ കുറിച്ചിരുന്ന് ആലോചിക്കുക. എനിക്ക് അവാർഡ് കിട്ടുന്നതും അതും ഇതും അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. സ്മിത, നീ സ്മിതയായിട്ടില്ല സ്മിത, നീ ഫാന്റസി ഗേൾ ആണ് പലപ്പോഴും. അതായത് ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞാൻ സിൻഡ്രല്ല, ഭയങ്കര ഫാന്റസിയാണ്. എനിക്ക് ഫാന്റസി ഇല്ല, ഞാൻ വളരെ റിയൽ ആണ്. പോയെ, ഫാന്റസി അല്ല, നമ്മൾ അങ്ങനെ ആലോചിക്കണം. ഇമാജിനറി വേൾഡ് വളരെ നല്ലതാണ്. റിയൽ വേൾഡ് ചിലപ്പോൾ ബോറിംഗ് ആയി തോന്നിയേക്കാം, പറയാൻ പറ്റില്ല. ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ മനസ്സിലാക്കിയത് ഈ നീ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഷോൾഡർ അപ്പൊ അതും ഈ ഡാൻസ് അതെങ്ങനെ കോപ്പ് ചെയ്യുന്നത്? ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ വയ്യാണ്ട് കണ്ടീഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് എനിക്ക് ആക്സിഡന്റ് ആയതാണ്. ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് റൈറ്റ് ഷോൾഡർ പോയി, അതായത് ഡിസ്ലൊക്കേറ്റ് ആയി ഇരുന്നതാണ്. അപ്പം അതുപോലെ ഈ ലെഫ്റ്റ് ഷോൾഡർ വന്നിട്ട് എനിക്ക് ടൂ വീലറിൽ പോയപ്പോൾ ഒരു അമ്മ ക്രോസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ ഓപ്പോസിറ്റിൽ വേറെ വണ്ടി വന്നപ്പോൾ അമ്മ റിവേഴ്സിലേക്ക് വന്നു. അപ്പം അമ്മ ഇടിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ വണ്ടി സ്കിഡായി വീണിട്ട് ഞാൻ ഈ കൈ കുത്തിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ തെറ്റിയിട്ട് പുറകിലോട്ടായി പോയി കൈ ഇങ്ങനെ. ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിൽ വെച്ചിട്ട്. അപ്പം ഇത് അങ്ങനെ ഈ ഓട്ടോയിൽ ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ട് പോയത്, എന്നെ ഇങ്ങനെയാണ് കെട്ടിക്കൊണ്ടുപോയത് ഓട്ടോയിൽ ഇങ്ങനെ. സോ വൺസ് നമുക്ക് ഡിസ്ലൊക്കേറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡിസ്ലൊക്കേറ്റഡ് ആവാം. അതാ പറഞ്ഞ ഇന്നലെയും എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബോട്ടിൽ ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ പോയതാണ്, ദൂരെയുള്ള ഒരു ബോട്ടിൽ ഇങ്ങനെ എത്തിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് ടക്കുന്ന സൗണ്ട് ഇട്ട് ഇത് തിരിഞ്ഞു പോയി കൈ. ആംബുലൻസ് ഒക്കെ വന്നു ഇന്നലെ അവിടെ. അപ്പം ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അക്രമം വന്ന് വീഴും. ഒരാൾക്ക് കയ്യാണ്ട് ആംബുലൻസ് ഒന്നും ഇത്ര ആവേശത്തോടുകൂടി ഈ ഇന്റർവ്യൂക്ക് വരുന്നതിന് അവള് വീട്ടിൽ ഞാൻ പോയിട്ട് വന്നപ്പോഴും എനിക്ക് വയ്യ, എനിക്ക് പെയിൻ ചിരിക്കുന്നവള്. നമ്മൾ അങ്ങനെ ചെയ്യണോ? അവരുടെ വേദന എന്നാലേ ആര് വീണാലും ഞാൻ കിടന്ന് ചിരിക്കും, അവരെ പിടിച്ച്. ഇതെങ്ങനെയാ ഡാൻസിനൊന്നും ബാധിക്കില്ല? ഇല്ല, ഡാൻസിൽ അതാ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ചില സമയത്തേ ഉള്ളൂ ഇത് എനിക്ക് ഒന്ന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു സാധനം വന്ന് വീണിട്ട് പിന്നെ അത് ഇളകണമെങ്കിൽ അത് പ്രോപ്പർ അവൻ ഇത് ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞു വെച്ചാല് ശ്രദ്ധിക്കുക, ഇനിയും കാരണം അത് ചാൻസസ് കൂടുതലാണ്. ഒരിക്കൽ സ്ലിപ്പായി കഴിഞ്ഞാൽ അത് വീണ്ടും സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ അതാ പറഞ്ഞത്, ഇതൊന്നും ഇപ്പൊ എനിക്കൊരു നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്നെ ബാധിക്കണമെന്നില്ല, വേദന ഉണ്ടെങ്കിലും ഇല്ല. ഇപ്പൊ എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഷൂട്ട് ഉണ്ട്. പക്ഷെ ഇതെന്നെ ചിലപ്പോൾ ആലോചിക്കുന്നില്ല, വേദന ഉണ്ടാവും, അതൊന്നും ഞാൻ ചിലപ്പോൾ അത് ആലോചിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ അഭിനയിക്കുന്ന ഒരു സീരിയലിന്റെ കഥ എത്രമാത്രം നിങ്ങൾക്ക് അറിയുണ്ടാവും? ഇപ്പൊ അറിയില്ല. ആദ്യം റീമേക്ക് ആയിരുന്നു, ബംഗാളി സീരിയലിന്റെ ആണ്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, തമിഴ്, കന്നഡ, തെലുങ്ക്. ഞങ്ങളിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സീൻ വൈസേ അല്ല. ചിലപ്പോ ഇപ്പൊ ഒരു സീൻ എടുക്കും, ഇപ്പൊ സീൻ നമ്പർ 230 250 എടുത്താ അടുത്ത സീൻ അഭിനയിക്കാൻ പോണത് 340 കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഓൺലൈൻ വരൂല്ലേ? ഓൺലൈൻ വരും, എല്ലാ മാസം ഓൺലൈൻ വരും. കഥ അറിയാം. പക്ഷെ ഓർഡർ ബേസ് അല്ല എടുക്കുന്നതെന്നാ പറഞ്ഞേ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്തത് എന്താണ്, ഇതിന് പ്രീവിയസ് എന്താണെന്നുള്ളത് നമുക്ക് അപ്ലൈ മനസ്സിലാവുള്ളൂ. അന്നേരം ജസ്റ്റ് അവര് പറഞ്ഞു തരും, ഇതാണ് ഇതിനു മുന്നേ ഉള്ളത്. ചില സമയത്ത് പറഞ്ഞു തരാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല.
കാരണം അത്രയും കൺഫ്യൂഷൻ ആയി പോകും എന്ത് എടുക്കുന്നത്. ഓക്കെ, ഇതിനൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണമല്ലോ അപ്പൊ നമുക്ക്. വേണം കാരണം ഇല്ലേ നമ്മളൊരു റിയാക്ഷൻ ഇട്ടിട്ട് അടുത്ത സീൻ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ചിലപ്പോ അത്രയും ഒരു ശക്തമായ റിയാക്ഷൻ നമ്മൾ ഇട്ട് കാണത്തില്ല. ചിലപ്പോ 2 ദിവസം കഴിഞ്ഞായിരിക്കും അതിനെ കണ്ടിന്യൂറ്റി എടുക്കുന്നത്. പക്ഷെ ആ ഫോഴ്സ് അവിടെ കൊടുക്കണമെന്ന് ചിലപ്പോ നമ്മൾ കൊടുക്കൂല, ഡൗൺ ആയിപ്പോ ആദ്യം കൊടുത്തതിനേക്കാൾ അപ്പൊ നിങ്ങൾ ഈ വാങ്ങിച്ച കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കണം. ഒരു ഷെഡ്യൂൾ ഉള്ളത് ചിലപ്പോ അതിനകത്ത് 2-3 കോസ്റ്റ്യൂംസ് അടുത്ത ഷെഡ്യൂൾ വേണ്ടി കണ്ടിന്യൂറ്റിയും വരും. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. അതുകൊണ്ട് കൊളാബ് മേടിക്കാനും നമുക്ക് കുറച്ച് പാടാം. കാരണം ഇത് മേടിച്ച് നമ്മൾ തിരിച്ചു കൊടുത്ത സീൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് നമുക്ക് തിരിച്ചു തരണം, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജ്വൽസ് ഒക്കെ ആണെങ്കിൽ അത് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ഓ, സീരിയസ് ബിസിനസ് ആണ് ഇപ്പൊ സീരിയൽ. അയ്യോ, ഒരു ശക്കലൊന്നും മാറി ഇവൻ നമ്മളും കണ്ടിന്യൂറ്റി ഓർക്കണം. ഇപ്പൊ രാവിലെ ഞാനൊരു സാരി ഉടുത്തു, പിറ്റേ ദിവസം ആ സാരി ഉണ്ട് എന്റെ പൊട്ട് തൊട്ട് ഞാനാണ് എല്ലാം മാറ്റുകയും ചെയ്യും. പൊട്ടും ഹെയർ സ്റ്റൈലും മോള് ഇതെല്ലാം ഓർത്ത് വെക്കണം. എന്താ രണ്ടുപേരുടെയും ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ആഗ്രഹം സ്വപ്നം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. സീരിയൽ തന്നെ സിനിമ വന്നാൽ ചെയ്യും. ഡാൻസിൽ കുറച്ചും കൂടി ഞാൻ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യം കുച്ചിപ്പുടി കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഡാൻസിൽ കുറച്ചും കൂടി നല്ലത് വേണം, നിറയെ പ്രോഗ്രാംസ് ചെയ്യണം. ഡാൻസ് അതെൻ്റെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം. അത് അതിൻ്റെ ഓൺ കോമ്പോസിഷൻസ് ഒക്കെ ചെയ്യണം. ഓൺ കോമ്പോസിഷൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പഠിച്ച് എനിക്ക് എല്ലാവരും ചോദിക്കുക അക്കു എന്താ പഠിപ്പിക്കാത്ത കുട്ടികളെ. എനിക്ക് ടീച്ചിങ് എന്നുള്ള സാധനം കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി വേണം. രണ്ടാമത് ടോളറൻസ് വേണം. കുട്ടികളെ ക്ഷമയോട് പഠിപ്പിക്കാൻ പേഷ്യൻസ് വേണം. കാരണം കുട്ടി ഇങ്ങനെ കൈ പിടിച്ച് ഇപ്പൊ നമ്മൾ പിടിച്ചിങ്ങനെ ഇരുത്തി കൊടുത്ത് കൊച്ച് അപ്പുറത്തിരുന്ന കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് അതൊക്കെ പെട്ടെന്ന് അപ്പൊ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഞാൻ പഠിക്കണം. അത് വേണം. ഞാൻ പെർഫോമറാണ്, ഞാൻ നല്ലൊരു ടീച്ചറേ അല്ല. ചിലപ്പോൾ ടീച്ചർമാർക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. ശോഭന മാമൊക്കെ ഇല്ലേ, ശോഭന മാം ഓൺ കമ്പോസിഷൻ ഉണ്ടാവും, ടീച്ചിങ് ഉണ്ട്, പെർഫോമറാണ്, എല്ലാം ആണ്. അതൊക്കെ ഒരു വലിയൊരു കഴിവാണ്. എൻ്റെ എപ്പോഴത്തെയും റോൾ മോഡൽ എപ്പോഴും ശോഭന മാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും മാമിന്റെ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം വന്നാൽ ഞാൻ മിസ് ചെയ്യില്ല. പിന്നെ സംസാരിച്ചിട്ട് വെച്ചാൽ ഹായ് മാം അങ്ങനത്തെ ഉള്ളു, അല്ലാണ്ട് മാമിനെ കണ്ട് സംസാരിക്കില്ല. ഞാൻ മാമിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കില്ല. എന്ത് ഭംഗിയാ കാണാൻ. ഇന്നും അതിപ്പോഴും പറയാൻ പറ്റില്ല, ഇത്ര സുന്ദരിയാ. എനിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാമിന് എത്രയോ വർഷത്തിന് മുമ്പ് കിട്ടേണ്ടത്. അതുപോലെയാണ് ഉർവശി ചേച്ചി, ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത് ദൂരദർശനിലാണ്. KP സുലത ആൻറ്റിയുടെ ചെറുമകനായിട്ടാണ് ആദ്യം വരുന്നത് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ. എന്താ ഫ്യൂച്ചർ ആഗ്രഹങ്ങൾ? എൻ്റേത് നല്ല ക്യാരക്ടർ റോൾ ചെയ്യണം സിനിമയിൽ. പിന്നെ വേൾഡ് മുഴുവൻ കാണണം. ഈ ഇത്രയും മനോഹരമായ ഭൂമി മുഴുവൻ കാണണം. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 120 വർഷം വരെ ജീവിക്കണം. അതുകൊണ്ട് അതിന് ഇവരെല്ലാം എന്നെ കളിയാക്കും. അത്രയൊക്കെ ഉണ്ടാലും ഇതെല്ലാം കാണാൻ പറ്റും. അതെ, അതെ, അത് സത്യം കേട്ടോ. അത് സത്യം. അതെ അതെ, ആക്ച്വലി ഞാൻ പാവാണേലും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഞാനൊരു ദുഷ്ടയാണെന്ന്. അല്ല, പലപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അതായത് സ്ക്രീനിലെയും ആക്ച്വൽ ലൈഫിലെയും രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആളുകളാവുക എന്നുള്ളത്. എന്നോട് പറയാം നിനക്ക് നിന്നെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം, നിന്നെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്നെ ഇഷ്ടം അല്ലേ, എന്നെ ഇഷ്ടമാണ് പറയും. സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിൽ കാണുമ്പം. അതും ഇത് എനിക്ക് ഒരു സംബന്ധവും ഇല്ല. രണ്ട് എന്റർടൈൻമെന്റ് എനിക്കും അഭിയായിട്ട് യാതൊരു ഒരിക്കലും ഇല്ല. ജലജയായിട്ട് എന്തെങ്കിലും കാര്യത്തിലൊരു ബന്ധം? ഒന്നുമില്ല. അപ്പൊ ജലജയും അഭിയും ഒക്കെ ഇനിയും ആളുകൾ സ്വീകരിക്കട്ടെ, ആളുകളുടെ സ്വീകരണ മുറിയിലെ പ്രിയപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾക്ക് തുടരാൻ സാധിക്കട്ടെ. സിനിമാ സ്വപ്നങ്ങൾ സാധ്യമാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നേരത്തിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം ഭയങ്കര ഞാൻ വന്നപ്പോ വിചാരിച്ചു എന്തൊക്കെ പറയും, എന്തൊക്കെ ചോദിക്കുമായിരിക്കും. പിന്നെ സാധാരണ ഞങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ എന്തേലും ഇരുന്ന് പറയും, എടാ ഇന്ന് എന്തൊക്കെയായിരിക്കും, എന്തോ ഇന്ന് ഞങ്ങൾ ഒരു അക്ഷരം അല്ലേ ഒന്നും പറഞ്ഞില്ല, ഒന്നും കണ്ടില്ല. നമ്മള് ഒരാള് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു സാധനം പറയുമ്പോൾ
അത് ഓപ്പോസിറ്റ് ഒരാളുടെ കഴിവെന്ന് ഞാൻ പറയുള്ളൂ. അതെ. കാരണം ഒരു ചോദ്യം ചോദിച്ചാലും അതൊരു പറഞ്ഞാൽ മാത്രമേ നമുക്ക് റിയാക്ട് ചെയ്യാനോ ആൻസർ ചെയ്യാനോ പറ്റുള്ളൂ. അത് ദേഷ്യമാവാം, സന്തോഷമാവാം, കോമഡി ആവാം, എന്താവാം. പക്ഷെ അത് നല്ലൊരു സട്ടിലായിട്ട് പോവാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം അതിന് താങ്കളോട് ഭയങ്കര ഒരു നന്ദിയുണ്ട്. നല്ല രീതിയിൽ ഇന്റർവ്യൂ നന്നായിട്ട് പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് കാണുന്ന പ്രേക്ഷകരെ എല്ലാവരും കാണട്ടെ, കണ്ട് നിങ്ങളുടെ ചാനലും ഞങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ നടന്മാരെ ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം ഓഡിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആക്ടേഴ്സിന് ഒരു ലൈഫില്ല. പണ്ട് പറയില്ലേ, നാടകം കാണാൻ ആളുണ്ടെങ്കിൽ നാടകക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓഡിയൻസ് ഇല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഓഡിയൻസ് ഉണ്ടെങ്കിലല്ലേ സ്റ്റേജ് ഉള്ളൂ. ചിത്രം വരയ്ക്കാൻ പറ്റും, അങ്ങനല്ലേ? അതൊന്നും എനിക്ക് അത്ര ഭയങ്കര ഇലാബറേറ്റ് പറയുന്നില്ല. പഴഞ്ചൊല്ലൊന്നും ഇവരറിയില്ല. നീ പറഞ്ഞു നാടകം കാണാൻ ആൾ, അതല്ല, അതൊരു പഴഞ്ചൊല്ലല്ല. ഒരു തിയേറ്റർ എനിക്ക് മനസ്സിലായി. അതെ 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 അതെ. പറഞ്ഞു പറഞ്ഞു. എന്താണ് പറയാനുള്ളത്, ഒരു ക്ലോഷർ പോലെ? ഇല്ല, വളരെ 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 സന്തോഷം. നമ്മുടെ ടൈം പോയതറിഞ്ഞില്ല. അത് തന്നെ എനിക്ക് പ്രേക്ഷകരോട് ഒന്ന് പറയാനുള്ളത്. അതാ പറഞ്ഞത്, എല്ലാ ആക്ടേഴ്സിനെ ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പത്തനംതിട്ട സീരിയൽ എല്ലാവരും കാണുക. ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എല്ലാവരും കാണുക. ഇൻ്റർവ്യൂ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇവർ വരും ഇൻ്റർവ്യൂസും അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. Thank you so much. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.